വീണ്ടും കോൺഗ്രസിനെ വെട്ടിലാക്കി ശശി തരൂരിന്റെ മോദി അനുകൂല പ്രസ്താവന. യുക്രൈൻ റഷ്യ യുദ്ധത്തിൽ മോദിയുടെ നിലപാട് ശരിയായിരുന്നുവെന്നും വിഷയത്തിൽ തനിക്ക് തെറ്റുപറ്റിയെന്നുമാണ് ശശി തരൂർ പറഞ്ഞത്. അതേസമയം തരൂരിന്റെ പ്രസംഗത്തെപ്പറ്റി അറിയില്ലെന്ന് കെപിസിസി അധ്യക്ഷൻ കെ സുധാകരൻ പറഞ്ഞു. വിഷയത്തിൽ തരൂർ നന്ദി പറയേണ്ടത് സിപിഐഎമ്മിനോടാണെന്ന് ജോൺ ബ്രിട്ടാസ് MP പ്രതികരിച്ചു. ദില്ലിയിൽ കഴിഞ്ഞ ദിവസം സംഘടിപ്പിച്ച റെയ്സാന ഡയലോഗിലാണ് തരൂരിന്റെ പരാമർശം. യുദ്ധത്തിൽ റഷ്യയുടെ നടപടിയെ ശക്തമായി അപലപിച്ച US പ്രമേയത്തെ ഇന്ത്യ പിന്തുണയ്ക്കാത്തതുൾപ്പെടെയുള്ള വിഷയങ്ങളിൽ കേന്ദ്രത്തിനെതിരെ തരൂർ പരസ്യമായി വിമർശനം ഉന്നയിച്ചിരുന്നു. എന്നാൽ 3 വർഷത്തിനു ശേഷം ആ തന്ത്രം വിജയിച്ചു എന്നാണ് അദ്ദേഹം പറയുന്നത്. 2 ആഴ്ചക്കിടെ ഉക്രൈൻ റഷ്യൻ പ്രസിഡന്റുമായി കൂടിക്കാഴ്ച നടത്തിയ നരേന്ദ്രമോദിയുടെ നയതന്ത്ര മികവിനെയും തരൂർ പുകഴ്ത്തി. പ്രസ്താവന വിവാദമായതോടെ വിഷയത്തിൽ രാഷ്ട്രീയം കാണേണ്ടെന്നാണ് തരൂരിന്റെ വാദം. ഞാനാണ് പറഞ്ഞത് UN ചാർട്ടറും സ്റ്റേറ്റ് സോവറിറ്റിയും ഈ ബോർഡേഴ്സിനെ വയലേറ്റ് ചെയ്തതും ഇതിനൊക്കെ നമ്മൾ റഷ്യയുടെ എതിരെ നിൽക്കുന്നു. അപ്പോൾ റഷ്യയുടെ എതിരെ നിൽക്കാത്ത കാര്യം 2 ഭാഗത്തും നല്ല സമ്പർക്കമുണ്ട്, അത്രയേ ഉള്ളൂ. ഇത് വലിയൊരു അതിശയമുള്ള കാര്യം. ഞാൻ ഒരു ഭാരതീയനായിട്ട് സംസാരിച്ചൊരു വിഷയമാണ്, പക്ഷെ ഇതിൽ രാഷ്ട്രീയം ഞാൻ കാണുന്നില്ല. തരൂരിന്റെ പ്രസ്താവനയെ പറ്റി അറിയില്ലെന്നാണ് VD സതീശനും കെ സുധാകരനും പറയുന്നത്. ഞാനത് കേട്ടിട്ടില്ല, ഞാനത് വിലയിരുത്തിയിട്ടില്ല. എന്നാൽ ശശി തരൂർ യഥാർത്ഥത്തിൽ അഭിനന്ദിക്കേണ്ടത് CPM-നെയാണെന്നും പാശ്ചാത്യ രാജ്യങ്ങളുടെ സമ്മർദ്ദത്തിനുമേൽ ഇന്ത്യ വഴങ്ങരുതെന്ന് CPM പറഞ്ഞത് ഇപ്പോൾ ഇന്ത്യക്ക് നേട്ടമായി മാറിയെന്ന് ജോൺ ബ്രിട്ടാസ് MP പറഞ്ഞു. ശശി തരൂർ യഥാർത്ഥത്തിൽ അഭിനന്ദിക്കേണ്ടത് ഞങ്ങളുടെ പാർട്ടിയാണ്. എന്താ കാരണം എന്ന് വെച്ചാൽ റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ പെട്രോളിയം ഇറക്കുമതി ചെയ്യണമെന്നും പറഞ്ഞത് CPM ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികളാണ്, ഇടതുപക്ഷമാണ്. അതിൻ്റെ ഗുണവും രാജ്യത്തിനുണ്ടായി. എന്താ കാരണം എന്ന് വെച്ചാൽ രാജ്യത്തിൻ്റെ പെട്രോളിയം ഇറക്കുമതിയിൽ 40% ഒരു ഘട്ടത്തിൽ റഷ്യയിൽ നിന്നായി. അതേസമയം തരൂരിന്റെ നിലപാടിനെ സ്വാഗതം ചെയ്ത BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ തരൂരിനെതിരെ രാഹുൽ ഗാന്ധി നടപടിയെടുക്കുമോ എന്നും ചോദ്യം ഉന്നയിച്ചു. വിഷയത്തിൽ ഹൈക്കമാൻഡ് എടുക്കുന്ന തീരുമാനമാകും ഇനി നിർണായകമാവുക. റിപ്പോർട്ടർ, ദില്ലി.